ബഹുമാനീയരായ ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, പുതുവർഷത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളെ അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ 2025 സകലരോടും കൂടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം തിരുവഴുത്തിൽ ജീവിക്കുക എന്നതിനെപ്പറ്റി വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ചില വേദവാക്യങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. വളർച്ച, നാശം എന്നീ പ്രക്രിയകളിലൂടെ ജീവികൾ കടന്നു പോകുന്നതിനെ ജീവിക്കുക എന്ന് പറയും. പാർക്കുക, നിലനിൽക്കുക, നിത്യവൃത്തി നടത്തുക. എന്നാൽ വളരുകയും തളരുകയും ചെയ്യുന്ന, വളരെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, അല്പസമയം മാത്രം നിലനിൽക്കുന്നതായ സന്തോഷവും ഏറ്റവും അധികം തിരിച്ചറിയുന്ന മനുഷ്യനാണ് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നതും. വളർച്ചയും നാശവും അവരുടെ ഇടയിലാണ് ഉണ്ടാകുന്നതിനെ പറ്റി എപ്പോഴും നാം മനസ്സിലാക്കണം. ഇപ്പോൾ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ബൈബിളൊക്കെ വായിക്കുന്നവർക്ക് സുപരിചിതമാണ്. അവിടെ പറയുന്നത്, എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്നാണ്. ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്നതായ ഓരോ മനുഷ്യനും അതിനാൽ ജീവിക്കും എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ നാശം സംഭവിക്കുന്ന ഒന്നാണ് മനുഷ്യനെങ്കിലും അവൻ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു യാത്ര ചെയ്യുന്നവർ. അത് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയും ഇവിടെ അവസാനമിൽ ഉള്ള ഒരു ജീവിതം നയിക്കുകയും ദൈവസന്നിധിയിൽ അന്ത്യകാലത്ത് അല്ലെങ്കിൽ കാലാന്ത്യത്തിൽ ദൈവത്തോടു കൂടെ അവസാനമില്ലാത്ത ഒരു ജീവിതം നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നശിച്ചു പോകുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരം മാത്രമാണ്, എന്നാൽ അവൻ്റെ ആത്മാവ് അത് നശിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ കാണുവാൻ കഴിയും. ലേവ്യപുസ്തകം 8:18-5 ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്നുള്ളത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകലവചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് ഇവിടെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കാരണം ഒരു മനുഷ്യനും ഇതേവരെ ഉപയോഗിക്കാത്ത മന്ന എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഭക്ഷണം ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നാം ഇന്ന് ഉപയോഗിക്കുന്നതായ ഭക്ഷണമല്ല. ഇതിനു മുൻപുള്ള ഒരു പിതാക്കന്മാരും ഭക്ഷിക്കാത്ത മന്ന അവർക്ക് ദൈവം വർഷിച്ചു കൊടുത്തതായി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മളെ ദൈവം തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നീതിമാനായ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് വാസ്തവമായും വിശ്വാസത്താലാണ്. വിശ്വാസത്താലുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ സൃഷ്ടിയാകുന്ന ആ വ്യക്തി ഈ ലോകത്താണ് ജീവിക്കുന്നത് എങ്കിലും അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ ആത്മാവ് ഒരുങ്ങിയിരിക്കുന്നത് അവൻ്റെ വാഗ്ദത്ത ദേശത്തേക്കാണ്. എന്നാൽ അത് അവസാനമില്ലാത്ത ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് അവൻ്റെ ആത്മാവ്. അങ്ങോട്ടാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവനിവിടെ ഉപേക്ഷിക്കുന്നതോ അവൻ്റെ ജഡം മാത്രമാണ് എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കുന്നത് അപ്രകാരമാണ്. അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ഇതൊരു പുതിയ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ഇതവർക്ക് ലഭിക്കുന്നതാണ്. ഇത് മരണാനന്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ മധ്യാകാശത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് യേശുവിൽ മരിച്ച സകലവരും ഉയർത്തെഴുന്നേറ്റ് അവനോട് ചേരുകയും വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർ അവനോടടുത്ത് ചെല്ലുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും പിന്മാറിപ്പോകരുത്. പിന്മാറിപ്പോയി കഴിയുമ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞതായി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം തള്ളിക്കളയുന്ന മനുഷ്യനോ ഇവിടെയും വരുവാനിരിക്കുന്ന ലോകത്തും ദൈവത്തിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുവാനില്ല, അവനൊന്നും ലഭിക്കുകയുമില്ല. അവൻ ദൈവത്തിൻ്റെ കാഹളം കേൾക്കുകയുമില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കുകയുമില്ല എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നല്ല പൊരുതുക എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും നാം വളരുകയും തളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിൽ നിന്നൊക്കെയും ഒരു പുനരുത്ഥാനമല്ലെങ്കിൽ അതിനെയൊക്കെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തളർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ വരണമെങ്കിൽ, അത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, അത് നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിനായി കല്ലിൽ ഉദ്ദേശിക്കപ്പെട്ട യേശുവിനെ തന്നെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ളതാണ്. കാരണം യേശു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വാക്തത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഈ ലോകത്തെ നമുക്ക് ജയിക്കുവാൻ നമ്മൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതായ അത്യന്തമായ ആ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിലാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് പ്രിയമുള്ളവരെ, നാം ചെയ്യുന്നത് തെറ്റോ ശരിയോ, നാം പ്രവർത്തിക്കുന്നത് തെറ്റോ ശരിയോ,
എന്തിനാണ് നാം മുൻപോട്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമാണ്. അപ്പോസ്തലനായ യോഹന്നാന് വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈത്തണ്ടമേലും അതിൻ്റെ മുദ്ര കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്ന് ഇവിടെ കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ബഹളം ധ്വനിക്കുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടും. എന്നാൽ പിന്നെയും 1000 ആണ്ട് കഴിയുന്നതുവരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ പുനരുത്ഥാനം ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, ഒരു മുദ്രയെപ്പറ്റി പറയുന്നുണ്ട്. മുദ്രയാണ് 666 എന്ന് പറയുന്ന ആ സംഖ്യ. അത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ മേൽ എഴുതപ്പെടും. അതിനെ നിഷേധിക്കുന്നവരൊക്കെയും കൊല്ലപ്പെടുകയും ചെയ്യും. എന്നാൽ അത് അതിഭയങ്കരവും അതിഭീകരവുമായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെപ്പറ്റി നാം പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളോ അപ്രകാരമല്ല. പ്രിയമുള്ളവരെ, ആ മുദ്രയേൽക്കാതെ അതിനെ ജയിക്കണമെങ്കിൽ, കർത്താവിനോട് കൂടെ നാം ചേരണമെങ്കിൽ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിലോ നാം പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയോ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച മനുഷ്യനാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഈ ലോകത്തിന് അവനെ വധിക്കുവാനോ അവനെ നശിപ്പിക്കുവാനോ കഴിയുകയില്ല. അവൻ എന്നേക്കും ജീവിച്ചിരിക്കും എന്നുള്ളത് തിരുവചനം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നാം തളരുകയും വളരുകയും ചെയ്യുന്ന ജീവികളാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെയൊക്കെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശു കർത്താവ് തന്നെ രക്ഷകനായി എപ്പോഴും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ 2025 ആദ്യമായി നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനം ഇതാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുകയാണ്.